നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഷാപ്പിലെ മീൻകറിയാണ്. ഷാപ്പിലെ മീൻകറിയുടെ രുചി ആരോടും പറയണ്ടല്ലോ, അത്രയ്ക്ക് ടേസ്റ്റാണെന്ന്. എല്ലാവരും കഴിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞ് കേട്ടിട്ടെങ്കിലും ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണെന്ന് ഈ കറിക്കെന്ന്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഷാപ്പിലെ മീൻകറിയും അതിൻ്റെ കൂടെ കപ്പ ഒതുക്കിയതും കൂടിയാണ്. ഇത് രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നാവിൽ വെള്ളം ഊറുന്നൊക്കെ പറയണത് ഇതിനാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കപ്പ ഒതുക്കിയതും മീൻകറിയും കൂടിയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ അയല മീൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തലഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അയല വെച്ചിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. അയല മീൻ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും മീൻ കറി ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആവണം, എന്നാലേ നമ്മുടെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വലിയൊരു കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ചധികം വെളുത്തുള്ളി അല്ലി, ഒരു വലിയൊരു തക്കാളി. ഇത് നല്ല പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ട് നാട്ടിലെ തക്കാളിയാണ്. അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു കഷ്ണം പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുടംപുളി എടുത്തോളൂ. എനിക്ക് കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വാളംപുളി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചട്ടിയിലൊക്കെ മീൻ കറി ഉണ്ടാക്കുമ്പോഴാണ് മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോൾ, ഇപ്പോൾ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ച ഇഞ്ചി ഞാൻ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഈ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അത് അവിടെ ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ പച്ചമുളകും ഇതിലേക്കൊന്ന് കീറി ഇട്ട് കൊടുക്കുക. ഇതുപോലെ നടു പിളർന്നിട്ട് ഒന്ന് 2 ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റുക. ഒരുപാട് നേരമൊന്നും വഴറ്റണ്ട, എന്നാലും ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും റോസ്മല്ലൊക്കെ ഒന്ന് ചെറുതായി മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും റോസ്മല്ല് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ചെറിയ ഉള്ളി ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ടൊന്നല്ല അരിഞ്ഞിട്ടുള്ളത്. ഈ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ചെറുതായിട്ട് സോഫ്റ്റ് ആയാലൊന്നും പോരാ, ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ഒന്ന് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ലോണം താഴ്ത്തി വെച്ചിട്ട് ഒന്നുകൂടി ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക, അല്ലെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഡയറക്റ്റായിട്ട് പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോവുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഈ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല കളർ ഉണ്ടാവുക, കൊഴുപ്പും ഉണ്ടാവുക. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പൊടികളുടെയൊക്കെ ഒന്ന് റോസ്മല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കണമെങ്കിൽ ഇത്രയ്ക്ക് ചേർക്കണ്ട. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആവുകൊണ്ടാണ് എരിവുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ചേർക്കുന്നത്. ഇതിങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ല കളറും ഉണ്ടാവും, കൊഴുപ്പും ഉണ്ടാവും. ഇപ്പോൾ പൊടിയുടെ റോസ്മല്ലൊക്കെ ഒന്ന് മുളക് പൊടിയുടെയൊക്കെ റോസ്മല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തക്കാളി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ തക്കാളിയുടെ പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മസാല ഇട്ടുണ്ട്, നല്ല കളറും വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നാലാണ് നമ്മുടെ മീൻ കറിക്ക് നല്ല കളർ ഉണ്ടാവുള്ളൂ. മസാല നന്നായിട്ട് മൂത്ത് വരണം, കരിയാനൊട്ട് പാടുമില്ല.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച പുളി ഉണ്ടല്ലോ, ഈ പുളിവെള്ളം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം പുളി നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കുടംപുളിയാണ് യൂസ് ചെയ്യണമെങ്കിൽ കുടംപുളി തിളപ്പിച്ചതിന് ശേഷം ആ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ മീൻകറിക്ക് കുറച്ച് ഗ്രേവി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മീൻകറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം കുറവാണെന്ന് തോന്നുന്നു, കാരണം മീനും കൂടി ഇട്ടിട്ട് നമുക്ക് മീനും കൂടി വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം മീൻ കറിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. ഇതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഇതുപോലെ വിട്ടിട്ട് ഇട്ട് കൊടുക്കുക. മീനിട്ടതിന് ശേഷം ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. സ്പൂൺ കൊണ്ട് ഇതുപോലെ നേരെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം മീനൊക്കെ വെന്തിട്ടുണ്ടാവും. ഗ്രേവി ഒന്നുകൂടി ചട്ടി തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി കുറുക്കിയെടുക്കണം. ഇതുപോലെ ചട്ടി കൊണ്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ മരത്തിൻ്റെ തവി വെച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. ഒരുപാട് കയ്യിലിട്ടിട്ട് ഇളക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ തുറന്ന് വെച്ചതിന് ശേഷം ഗ്രേവിയൊക്കെ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. നല്ല കൊഴുത്ത ഗ്രേവി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ, നല്ല കൊഴുത്ത ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകി വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാണ്ട് 1-2 സാധനങ്ങളും കൂടി ചേർക്കാണ്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു തവി, ഈ മരത്തിൻ്റെ തവിയിൽ 1 തവി പച്ച വെളിച്ചെണ്ണയും തൂവി കൊടുക്കുക. പിന്നെ അതിലേക്ക് നല്ല മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഊരിയിട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഊരിയിടുന്നുണ്ട്. ഊരിയിട്ടതിന് ശേഷം നമുക്കിത് ചട്ടി ചുറ്റിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇത് തുറന്നാൽ മതി. ഇനി നമുക്ക് ഈ മീൻ കറിയിലേക്കുള്ള കപ്പ ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലൊരു 3-4 വിസിലടുപ്പിക്കുക. പിന്നെ ഈ കപ്പ ഒതുക്കിയതിലേക്ക് ഉള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്കൊരു കുറച്ച് ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കുക. കയ്യിന് ഇതുപോലെ നന്നായിട്ടൊരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു കുറച്ച് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി അല്ലി നമുക്കിതൊന്ന് 2ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ. ഇത് അധികം എരിവില്ല. ഇനി ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഊരിയിട്ട് കൊടുക്കുക. ഈ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് കപ്പ ഒതുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം. ഇപ്പം എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ 2ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച കപ്പ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഉടച്ചെടുത്ത കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കപ്പ ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നല്ല കട്ടിയായിട്ടല്ല ഇരിക്കുന്നത്. എന്നാലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ചു വെച്ച തേങ്ങ അരപ്പുണ്ടല്ലോ, ആ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തരിതരിപ്പോടെ ഇതുപോലെ ചതച്ചെടുക്കാനേ പാടുള്ളൂ, നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. അരച്ചാൽ നമ്മുടെ കപ്പ ഒതുക്കിയതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. കപ്പയിൽ ഈ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടാവും, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, എന്നാലും ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ തേങ്ങ അരപ്പൊക്കെ കപ്പയിൽ നേരെ മിക്സ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ തൂവിയതിന് ശേഷം നേരെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അടിപൊളി
ഷാപ്പിലെ മീൻകറിയും കപ്പ ഒതുക്കിയതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.